കുറഞ്ഞ ബജറ്റുള്ള ടൂ വീലറാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടോളി, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു 10,000 മുതൽ 70,000 വരെയുള്ള കുറച്ച് വണ്ടിൻ്റെ കളക്ഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ബജറ്റിലുള്ള ആ വണ്ടികൾ പരിചയപ്പെടാം. നമ്മുടെ അടുത്ത് ഡിസ്കവർ ഉണ്ട്, NS 160 വരുന്നുണ്ട്, FZ ഉണ്ട്, പൾസർ 180 വരുന്നുണ്ട്, വീഗോ ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്, ഗ്ലാമർ ഉണ്ട്, ഡിയോ വരുന്നുണ്ട്, TVSൻ്റെ RTR വരുന്നുണ്ട്, പാഷൻ പ്രോ വരുന്നുണ്ട്, യൂണിക്കോണൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വണ്ടീൻ്റെ ഡീറ്റെയിൽസൊക്കെ വരാം നമുക്ക്. വാ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഗ്ലാമറാണ്. ഗ്ലാമറിൻ്റെ ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഒരു മിൻറ്റ് കണ്ടീഷനാണ്, അത്യാവശ്യം സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. കാർപ്പറേറ്റർ മോഡലാണ് വരുന്നത്. നമ്മളിതിന് ആസ്ക് ചെയ്യുന്നത് 28,000 രൂപയാണ്. പിന്നെ വരുന്നത് 2016 മോഡൽ ആക്റ്റീവയാണ്. ഇതും സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. നമ്മളിതിന് ആസ്ക് ചെയ്യുന്നത് 30,000 രൂപയാണ്. പിന്നെ വരുന്നത് 2016 മോഡൽ 125 cc വരുന്ന ആക്റ്റീവയാണ്. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 26,000 രൂപയാണ്. ഇതിൻ്റെ സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. പിന്നെ വരുന്നത് 2016 തന്നെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ആക്റ്റീവയാണ്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത് വെറും 30,000 രൂപയാണ്. മിൻറ്റ് കണ്ടീഷനാണ് വണ്ടികൾ മൂന്നും. അടുത്തത് വീഗോ ആണ്, 2014 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ. നമ്മളിതിന് ആസ്ക് ചെയ്യുന്നത് വെറും 16,000 രൂപയാണ്. പിന്നെ വരുന്നത് 2014 വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 180 ആണ്. നമ്മളിതിന് ആസ്ക് ചെയ്യുന്നത് വെറും 18,000 രൂപയാണ്. അടുത്ത് വരുന്ന Yamaha FZ 2013 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി നമ്മൾ ആസ്ക് ചെയ്യുന്നത് വെറും 22,000 രൂപയാണ്. പിന്നെ വരുന്നത് സെക്കൻഡ് സിംഗിൾ ഓണർഷിപ്പ് തന്നെ വരുന്ന വണ്ടി തന്നെയാണ്, 2014 മോഡൽ ഡിസ്കവറി. നമ്മളിതിന് ആസ്ക് ചെയ്യുന്നത് വെറും 16,000 രൂപയാണ്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് 2017 മോഡൽ NS 160 ആണ്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നമ്മളിതിന് ആസ്ക് ചെയ്യുന്നത് വെറും 38,000 രൂപയാണ്. പിന്നെ ഇനി നമുക്ക് കുറച്ച് വണ്ടികൾ കുറച്ച് ഉള്ളിലുണ്ട്, അപ്പോൾ അതൊക്കെ കണ്ട് പരിചയപ്പെടാം. വാ. അപ്പോൾ ഈ 3 വണ്ടികളാണ് നമ്മുടെ അടുത്തിൽ നിലവിൽ ഏറ്റവും കുറഞ്ഞ ബജറ്റിൽ വണ്ടി വരുന്നത്. 2012 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന പാഷൻ പ്രോ. നമ്മളിതിന് ആസ്ക് ചെയ്യുന്നത് 14,000 രൂപ. 2012 തന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വീഗോ, അതിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 12,000 രൂപയാണ്. പിന്നെ 2007 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന യൂണിക്കോണ്, അതിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത് വെറും 15,000 രൂപയാണ്. പിന്നെ നമുക്ക് വരാനുള്ളത് 2023 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡിയോ ആണ്. വണ്ടി പക്ക നീറ്റ് ആൻഡ് ക്ലീനാണ്. 15,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ആകെ. നമ്മളിതിന് ആസ്ക് ചെയ്യുന്നത് വെറും 70,000 രൂപയാണ്. ഒരു നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 0 ഡൗൺ പേയ്മെൻറ്റ് കൊണ്ടുപോവാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു 10,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയും കൊണ്ടുപോവാം. പിന്നെ വരുന്നത് ജൂപ്പിറ്ററാണ്, 2014 മോഡൽ. നമ്മൾ സെക്കൻഡ് ഓണർഷിപ്പാണ് ഇത് വരുന്നത്. 22,000 രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്നത്. പിന്നെ ഹോണ്ടൻ്റെ ആക്റ്റീവ് വരുന്നത് 2013 സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി നമ്മൾ ആസ്ക് ചെയ്യുന്നത് വെറും 16,000 രൂപ വരുന്നത്. പിന്നെ TVSൻ്റെ RTR 2015 മോഡൽ നമ്മളിതിന് ആസ്ക് ചെയ്യുന്നത് 22,000 രൂപയാണ്. ഇത്രയും വണ്ടികളാണ് നമ്മൾ നിലവിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികളുള്ളത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇനി അതല്ല നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല വേറെ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള വണ്ടികളാണ് നോക്കുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഡ്യൂക്ക്, NS, എക്സ്പൾസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ നമുക്ക് 2016 മുതലുള്ള വണ്ടികൾക്ക് ഡൗൺ പേയ്മെൻറ്റ് ചെയ്യുക, 0 ഡൗൺ പേയ്മെൻറ്റ് ചെയ്യുക. അത്യാവശ്യം പ്രൊഫൈലൊക്കെ ഉള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാതെ ഇതാണെങ്കിൽ 10,000 രൂപ ഒക്കെ കൊടുത്തിട്ട് വണ്ടി ഇറക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് കോട്ടക്കലാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി, വന്നോളി, കൊണ്ടുപോയിക്കോളി. അപ്പോൾ താങ്ക് യു.